പേര് പൊന്നു ജോസ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജിൽസൺ സെബാസ്റ്റ്യൻ. വീട്ടുപേര് വഞ്ചിക്കച്ചാലിൽ. എൻ്റെ സ്ഥലം പാലക്കാടാണ്. ഞാനും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ആത്മബന്ധത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചെറുപ്പമായിക്കോട്ടെ, കൗമാര കാലഘട്ടം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ യൗവന കാലഘട്ടം തുടക്കം ആയിക്കോട്ടെ, എനിക്കങ്ങനെ പരിശുദ്ധ അമ്മയെപ്പറ്റി അങ്ങനെ കൂടുതലായിട്ടുള്ള ബോധ്യങ്ങൾ ഒന്നുമില്ലായിരുന്നു. കാരണം പരിശുദ്ധ അമ്മ ആരാണ്, അല്ലെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള പ്രാധാന്യം എന്താണെന്നൊന്നും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. ആകെ എനിക്ക് പരിശുദ്ധ അമ്മയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് സന്ധ്യാപ്രാർത്ഥനയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അതുപോലെ എൻ്റെ അമ്മ ചെറുപ്പം മുതൽ എന്നെ ശീലിപ്പിച്ച എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമായിരുന്നു, കഴുത്തിൽ ജപമാലയും അതോടൊപ്പം തന്നെ ഉത്തരീയവും ധരിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുള്ള നാട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ നോക്കുമ്പോൾ കഴുത്തിലെ ജപമാലയുണ്ട്, ഉത്തരീയം ധരിച്ചിട്ടുണ്ട്, അപ്പം നല്ല ഭക്തിയുള്ള കുട്ടിയെന്നൊക്കെ പുറത്തു നോക്കുമ്പോൾ തോന്നുമായിരുന്നു. പക്ഷേ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് പോലെ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ഒക്കെ ഒരു കാപട്യത്തെ പറ്റി ഈശോ പറയുന്നുണ്ടല്ലോ. അത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഞാനും. കാരണം ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വന്തം ജീവിതത്തിൽ എൻ്റെ അമ്മയാണ്. അല്ലെങ്കിൽ ഈ ജപമാല പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നൊന്നും ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ ആവശ്യ നേരങ്ങളിൽ, ഇപ്പം എനിക്കൊരു പരീക്ഷ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ അമ്മേ ഒന്ന് നോക്കിയേക്കണേ ഒന്ന് പറയുന്ന അങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ട് മാത്രം അമ്മയെ വിളിക്കുന്ന ഒരു രീതി, അതല്ലാതെ പരിശുദ്ധ അമ്മയെപ്പറ്റി എനിക്കറിയില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പം എൻ്റെ ഒരു യൂത്ത് ആയിരിക്കുന്ന ആ ഒരു നമുക്കറിയാം ബഹുമാനപ്പെട്ട ദാനിയേൽ പൂവണ്ണത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട വിമല ഹൃദയ പ്രതിഷ്ഠ, അതൊരു 33 ദിവസം ഒരുക്കത്തിന് ശേഷം വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പം ഞാനും ഏതൊരു യൂത്തിനെയും പോലെ തന്നെ അത് ശരിക്കും പരിശുദ്ധ അമ്മ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ശരിക്കും ഇതിലെന്താ നടക്കുന്നത്, ഇവരെന്തൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാനും ഇതിൻ്റെ 1-ാം ദിവസം, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 1-ാം ദിവസം അതിൽ പങ്കുകൊണ്ടു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അടുത്ത ദിവസവും തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ഒന്ന് കേട്ടേക്കാം എന്ന് കരുതി മുമ്പിലേക്ക് 2, 3 അങ്ങനെ ആദ്യത്തെ 10 ദിവസങ്ങളിലൊക്കെ കൂടി. 10 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി, ഈ പരിശുദ്ധ അമ്മ ഞാൻ വിചാരിച്ച കൂട്ട ഒരു വ്യക്തിയല്ല, അത് ഒരു നിസാരക്കാരിയായ ഒരു വ്യക്തിയല്ല. പരിശുദ്ധ അമ്മ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ ചിന്തകൾക്കൊക്കെ അപ്പുറമുള്ള ഒരു വ്യക്തിത്വമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പരിശുദ്ധ അമ്മ ഞാൻ വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തി തരാനുള്ള ഒരു ആളല്ല, അതിനപ്പുറം എന്തോ ആണ്. ഞാൻ വിചാരിച്ചിരുന്നത് എപ്പോഴും, നമുക്കറിയാം യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുക്തിയുടെ ഒരു തലമുണ്ടല്ലോ, ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഈശോയോട് പറയാനുണ്ടെങ്കിൽ അതിനെന്തിനാണ് എനിക്കും ഈശോയ്ക്കും ഇടയിൽ ഒരു ആൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് നേരിട്ട് ഈശോയോട് പറയാം, ഈശോയെ എനിക്കിങ്ങനെ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ആവശ്യമുണ്ടെന്ന് ഈശോയോട് പറയാമല്ലോ. എന്തിനാണ് ഞാനത് പരിശുദ്ധ അമ്മയോട് പറയുന്നത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം കൊന്ത ചെല്ലുമ്പോഴാണെങ്കിൽ ഇങ്ങനെ ആവർത്തിച്ച് നന്മ നിറഞ്ഞ മറിയമേ, നമുക്ക് അറിയാം യൂത്തിന് എപ്പോഴും വിരസതയാണ്. കാരണം ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ നന്മ നിറഞ്ഞ മറിയുമ്പോൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെല്ലുന്നത് ബോറിംഗ് അല്ലേ? അപ്പോൾ അങ്ങനത്തെ ചിന്തകളൊക്കെ ആയിരുന്നു എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു വിമലഹൃദയ പ്രതിഷ്ഠ കൂടിയപ്പോൾ എനിക്ക് മാതാവിനെ പറ്റിയുള്ള ഒരുപാട് ബോധ്യങ്ങൾ കിട്ടി. ശരിക്കും പരിശുദ്ധ അമ്മ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബോധ്യം ഇതായിരുന്നു, പരിശുദ്ധ അമ്മയിലൂടെ മാത്രമേ നമുക്ക് ഈശോയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്നുള്ള വലിയ ബോധ്യം. ശരിക്കും അതെനിക്ക് ആ ഒരു വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെയാണ് ലഭിച്ചത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ യൂത്താണ്, നമ്മൾ ഒരുപാട് പാപ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു തഴക്കദോഷം, ഇപ്പം നമ്മളൊരു ദേഷ്യപ്പെടുന്ന സ്വഭാവം ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്ത് കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ മാറ്റി നമ്മുടെ ജീവിതത്തെ വിശദീകരിച്ച് നമ്മൾ ഒരു നിത്യത മുന്നിൽ കണ്ടൊക്കെ പോകണമെങ്കിൽ അത് പരിശുദ്ധ അമ്മയെ കൂടാതെ, ഈ ജപമാല പ്രാർത്ഥന കൂടാതെ സാധിക്കത്തില്ല എന്നുള്ള വലിയ ബോധ്യം അതെനിക്ക് കിട്ടിയത് ശരിക്കും ആ ഒരു വിമലഹൃദയ പ്രതിഷ്ഠ ദൈവം എനിക്കായിട്ട് ഒരുക്കി തന്നതാണ്. അത് ദാനിയേൽ അച്ഛനിലൂടെ ഒരുപാട് ബോധ്യങ്ങൾ, ശരിക്കും എന്താണ് ജപമാല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിൽ അമ്മ എങ്ങനെ എന്നെ സ്വാധീനിക്കുന്നു. എൻ്റെ സ്വന്തം അമ്മയാണ്. നമുക്കറിയാം നമ്മുടെ അമ്മമാരുടെ അടുത്ത് നമുക്കുള്ള സ്വാതന്ത്ര്യം, ആ ഒരു സ്വാതന്ത്ര്യത്തോടെ പരിശുദ്ധ അമ്മയെ നമുക്ക് സമീപിക്കാൻ പറ്റും. എത്ര പാപത്തിൽ വീണു പോയാലും നമുക്ക് ആ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാം. അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുന്നുള്ള വലിയ ബോധ്യങ്ങളൊക്കെ കിട്ടിയത്. ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ശരിക്കും എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ പാലാ രൂപതയിലെ അംഗമായിരുന്നു. അപ്പോൾ പാലാ രൂപതയിൽ യൂത്തിൻ്റെ ഒരു സംഘടനയുണ്ട്, YU4C, യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റ് എന്നൊരു യൂത്തിൻ്റെ സംഘടനയുണ്ട്. അപ്പോൾ ആ സംഘടനയിലൊക്കെ അംഗമായിട്ട് പ്രവർത്തിക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് യൂത്തിനായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്.
ആ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് യൂത്തിൻ്റെ ഒരു കോർഡിനേറ്റർ ചേച്ചിയുണ്ട്, പാലാ രൂപതയിൽ ലിൻസി ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോ ദിവസവും ഇങ്ങനെ പ്രയറുകളൊക്കെ ഇങ്ങനെ ഓരോ നല്ല ഓഡിയോസ്, വീഡിയോസ്, മാതാവിനെ പറ്റിയുള്ള നല്ല ഷെയറിങ്സ് ഒക്കെ ഞങ്ങൾക്ക് ഓരോ ദിവസം ഇട്ട് തരും. അപ്പം ആ ഗ്രൂപ്പിൽ കൂടെയൊക്കെ ഒരുപാട് ബോധ്യങ്ങൾ എനിക്ക് പരിശുദ്ധ അമ്മയെ പറ്റി കിട്ടി. ശരിക്കും പേഴ്സണലായിട്ട് ജപമാല ചൊല്ലേണ്ട ആവശ്യകത എന്താണെന്ന് പണ്ട് അമ്മ എന്നോട് പറയുമായിരുന്നു. എടി ദിവസം കുറഞ്ഞത് ഒരു കൊന്തെങ്കിലും ചെല്ലണം, എങ്കിലേ നന്നായിട്ട് ജീവിക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ നമുക്കറിയാം ഏതൊരു യൂത്തിനെയും പോലെ ഞാനത് ഒരു ചെവി കൂടെ കേട്ടു, മറ്റേ ചെവി കൂടെ ഞാൻ വിട്ടു, ഞാൻ അതിനെയൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഈ ഒരു ഗ്രൂപ്പിൽ കൂടെയൊക്കെ ഒരുപാട് ബോധ്യങ്ങൾ ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദിവസവും ഓരോ ജപമാല വെച്ചെങ്കിലും ചെല്ലാനുള്ള വലിയൊരു കൃപ എനിക്ക് കിട്ടി. അങ്ങനെയാണ് ശരിക്കും പരിശുദ്ധ അമ്മയിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. ശരിക്കും ആ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠയും അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ കൂടെ കിട്ടിയ ഒരുപാട് ബോധ്യങ്ങൾ എന്താണ് ശരിക്കും അമ്മയെ ഒരു പേഴ്സണലായിട്ടുള്ള എൻകൗണ്ടർ എനിക്ക് നടന്നത് ശരിക്കും ഈ ഒരു 2 സന്ദർഭങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ജീവിതത്തിലെ ഓരോരോ ചെറിയ പ്രലോഭനങ്ങളുടെ മേഖല നമുക്കറിയാം. ഇപ്പം വിശുദ്ധിയുടെ മേഖലയിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാകപ്പിഴകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോടാണ് പറയുക. അപ്പം അമ്മ എന്നെ ചേർത്ത് പിടിക്കുന്നതൊക്കെ ആയിട്ടുള്ള വലിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധിയുടെ പ്രാധാന്യമൊക്കെ അമ്മയാണ് ശരിക്കും എനിക്ക് പറഞ്ഞു തന്നത്. ഈ ഓരോ നന്മ നിറഞ്ഞ മറിയും ചെല്ലുമ്പോഴും ഓരോ ബോധ്യങ്ങളൊക്കെ അമ്മ എന്നിൽ നിറച്ചു തരുന്നതൊക്കെ എനിക്ക് വലിയ ഒരു അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവിക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. ഈ ഒരു ശരിക്കും നമ്മൾ യൂത്താണ് അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ യൂത്ത് ആയിക്കോട്ടെ, ശരിക്കും നമ്മുടെ ജീവിതത്തിലും ഒരുപാട് തടക്കദോഷങ്ങളോ അല്ലെങ്കിൽ പ്രലോഭനങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സാധാരണമായിട്ടുണ്ടാകാം. പക്ഷേ നമ്മളെപ്പോഴും ശരിക്കും ഇതിന് നമ്മളെ ഏറ്റവും സഹായിക്കുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. ഈ ലോക ജീവിതത്തിൽ വിശുദ്ധിയോടെ മുന്നോട്ട് പോകാൻ ഒരു യുവാവ് എന്ന നിലയിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ ഒരുപാട് സഹായിക്കും. അതിന് ഈ ജപമാല പ്രാർത്ഥന അല്ലാതെ മറ്റൊരു വഴിയില്ല. അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അമ്മയിലൂടെ ഈശോയിലേക്കാണ് അടുക്കുന്നത്. ശരിക്കും നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ഈശോയോട് പറഞ്ഞാൽ മതി, നമുക്ക് അമ്മയുടെ ആവശ്യമില്ല. ശരിക്കും അത് നമ്മുടെ ഒരു തെറ്റായ ചിന്താഗതി മാത്രമാണ്. ശരിക്കും അമ്മയിലൂടെ അല്ലാതെ നമുക്ക് ഈശോയിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. കാരണം അമ്മ നമ്മുടെ സ്വന്തം അമ്മയാണ്, എൻ്റെയും നിങ്ങളുടെയും അമ്മയാണ്, നമ്മുടെ സഹരക്ഷകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും അവിടെ നിന്നൊക്കെ നമ്മളെ കരകയറ്റാനായിട്ട് പരിശുദ്ധ അമ്മയാണ് നമ്മളെ സഹായിക്കുന്നത്, ശക്തരാക്കുന്നത്. അങ്ങനെ ഈ ഒരു രീതിയിലാണ് ഞാൻ പരിശുദ്ധ അമ്മയിലേക്ക് എത്തുന്നത്. പറഞ്ഞല്ലോ, എപ്പോഴും കഴുത്തിലൊരു കൊന്തയും അതുപോലെ ഉത്തരയും ഒക്കെ ഞാൻ ധരിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് നിങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് കൂടെ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ നമ്മളൊരു പൂർണ്ണ ബോധ്യത്തോടെയൊന്നുമല്ല. എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് പരിശുദ്ധ അമ്മയെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ജപമാലകൾ കൂടുതലായിട്ട് ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് സ്വർഗം തരുന്ന സന്ദേശങ്ങൾ, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഞാൻ പരിശുദ്ധ അമ്മയിലേക്ക്, ഞാൻ പണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് പരിശുദ്ധ അമ്മയിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് ഈ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠ, അതുപോലെ തന്നെ പാലാ രൂപതയിലെ എൻ്റെ വയു ഫോർസ് എന്ന ഈ സംഘടനയിലൂടെയും ആണ്. പരിശുദ്ധ അമ്മയെ അറിയാത്ത ഞാനും പരിശുദ്ധ അമ്മയെ അറിഞ്ഞ ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ശരിക്കും നമ്മൾ പറയാറുണ്ട് രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം, അതുപോലുള്ളൊരു വ്യത്യാസമാണ് എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഉണ്ടായത്. യൂത്ത്, നമുക്കറിയാം യൂത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു അഹന്തയുടെ ഒരു സ്വഭാവം നമ്മിൽ വരാറുണ്ട്. കാരണം നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു തെറ്റായ ചിന്താഗതിയാണ് നമ്മളെന്തോ ആയി, അല്ലെങ്കിൽ നമ്മിലൂടെ മാത്രമേ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, എന്നെ കൂടാതെ ഒന്നും നടക്കത്തില്ല എന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്ക് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പം എന്നിൽ ശരിക്കും അഹന്തയായിരുന്നു. നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം അമ്മ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ വാഴ്ത്തിപ്പാടുന്നത്, ശരിക്കും അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ എളിമയാണ്. ശരിക്കും അമ്മയെ സഹരക്ഷകയാക്കിയതും മാതൃത്വ സ്ഥാനം നമുക്കറിയാം, ആ സ്ഥാനത്തേക്കൊക്കെ ഉയർത്തിയത് അമ്മയുടെ എളിമയാണ്. പക്ഷേ അമ്മ എളിമയുടെ നിറകുടമായിരുന്നുവെങ്കിൽ ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റ് അഹന്തയുടെ ഒരു നിറകുടം അല്ലെങ്കിൽ ഒരു നിറവായിരുന്നു. അപ്പോൾ അതിന് ഒരു പ്രധാന കാരണം എൻ്റെ ഒരു അക്കാഡമിക് ലെവൽ തന്നെയാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതുപോലെ കോളേജിലായിരുന്ന സമയത്തൊക്കെ പഠിക്കുന്ന ആ ഒരു മേഖലയിൽ നല്ല സ്കോറുകൾ നൽകി ദൈവം അനുഗ്രഹിച്ചിരുന്നു എപ്പോഴും. അതിപ്പം എൻ്റെ കൂട്ടുകാർ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു 10-1 എഫേർട്ടേ ഞാൻ എടുക്കുന്നുള്ളെങ്കിൽ പോലും ശരിക്കും എനിക്ക് എപ്പോഴും മാർക്കുണ്ട്.
കഴിവുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ശരിക്കും അത് എൻ്റെ കഴിവാണ്, എൻ്റെ ഒരു കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ ശക്തി, എൻ്റെ ഒരു ക്രെഡിറ്റ് കൊണ്ടാണ് എനിക്കിതൊക്കെ കിട്ടുന്നതെന്നുള്ള ഒരു വലിയ അഹന്തയുടെ ഒരു ചിന്ത എന്നെ ശരിക്കും ഭരിച്ചിരുന്നു. ഞാൻ എന്തൊക്കെയോ ആണ്, ഞാൻ എന്ത് ചെയ്താലും എനിക്ക് കിട്ടും. ശരിക്കും ഇതൊക്കെ പരിശുദ്ധ അമ്മ എനിക്ക് സ്വർഗത്തിൽ നിന്ന് ഈശോയിൽ നിന്ന് എനിക്ക് മേടിച്ചു തരുന്നതാണെന്നൊക്കെയുള്ള ഒരു യാതൊരു ബോധ്യങ്ങളും എനിക്ക് ഉണ്ടായിരുന്നില്ല ആദ്യകാലങ്ങളിലൊക്കെ. ശരിക്കും എന്നെ അഹങ്കാരിയാക്കി എൻ്റെ ആ ഒരു അഹങ്കാരത്തിൻ്റെ മേഖലകളിൽ നിന്നൊക്കെ ശരിക്കും പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന വലിയ ഒരു മാറ്റം ശരിക്കും ഈ ഒരു അഹങ്കാരത്തിൻ്റെ മേഖലയിൽ നിന്ന് അമ്മ ശരിക്കും എന്നെ ഒന്ന് താഴേക്ക് ഇറക്കി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇപ്പം 100% ഞാൻ അതിൽ നിന്ന് മുക്തയായി എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ എന്തായിരുന്നോ ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് എന്നെ അമ്മ മാറ്റി. ശരിക്കും മനുഷ്യൻ്റെ ആ ഒരു നിസ്സാരതയും എന്തുമാത്രം ക്ഷണികമാണ് ഈ ഒരു ജീവിതവും, ഈ ഒരു ലോകത്തിൽ കാണുന്ന ഈ ഒരു കാര്യങ്ങളോ ഈ ഒരു കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ ഈ ഒരു സൗന്ദര്യമോ അല്ലെങ്കിൽ നമ്മുടെ കഴിവോ ഒന്നുമല്ല, നമ്മുടെ ആരോഗ്യം ഒന്നുമല്ല. ശരിക്കും നിത്യത ലക്ഷ്യമാക്കിയുള്ള ആ ഒരു ജീവിതം, ആ ഒരു വലിയ ബോധ്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ എനിക്ക് തരികയുണ്ടായി. ശരിക്കും അത് ഈ ഒരു ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അമ്മ ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. ശരിക്കും ഇങ്ങനെ പറഞ്ഞു തരും, ഉള്ളിൽ ഓരോരോ ബോധ്യങ്ങൾ അമ്മ തരുന്നതായിരുന്നു. ശരിക്കും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ ഒരു അഹങ്കാരത്തിൻ്റെ മേഖലയിൽ നിന്ന് ഒരുപാട് താഴേക്ക് ഇറങ്ങാനായിട്ട് അമ്മ എന്നെ സഹായിച്ചു. അതുപോലെ ശരിക്കും എൻ്റെ ജീവിതത്തിൽ പറയേണ്ട അമ്മ തന്ന ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു ഗിഫ്റ്റാണ് എൻ്റെ രണ്ടാമത് അമ്മ എനിക്ക് തന്ന ഒരു വലിയ ആത്മീയ അനുഗ്രഹം, ഒരു വലിയ ദൈവത്തിൻ്റെ കൃപ തന്നെയാണത്. അത് ശരിക്കും എനിക്ക് പരിശുദ്ധ കത്തോലിക്ക സഭയോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ സഭയോടുള്ള ഒരു വിശ്വസ്തത ശരിക്കും പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യൂത്തിന് സഭയുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തട്ടുകേടുകളോ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പാകപ്പിഴകൾ വരുമ്പോൾ നമുക്ക് അത് കിട്ടുന്ന എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ ഇതിന് ഷെയർ ചെയ്യുക, ലോകം മുഴുവൻ പരസ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ശരിക്കുമുള്ളൊരു രീതി. പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സഭ എന്താണ്, അല്ലെങ്കിൽ സഭ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. സഭ ശരിക്കും ഈശോയുടെ മിശിഹായുടെ മൗതിക ശരീരമാണ്. അല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുന്നുണ്ട് സഭ ഏകമാണ്, സഭ പരിശുദ്ധമാണ്, സഭ ശ്ലൈഹികമാണ്, സഭ സാർവത്രികമാണ്. നമ്മളിതിങ്ങനെ വാക്കുകൊണ്ട് പറയുന്നേ ഉള്ളൂ. പക്ഷെ ശരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് സഭയുടെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ആൾക്കാരുടെയോ അല്ലെങ്കിൽ അതിലുള്ള കുറച്ച് കർദിനാൾമാരുടെയോ മെത്രാന്മാരുടെയോ ഒന്നും വിശുദ്ധിയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമുക്കറിയാം വിശുദ്ധിയുടെ പൂർണ്ണത അത് ദൈവം തന്നെയാണ്. അപ്പം ആ ഒരു പരിശുദ്ധിയാണ് സഭയുടെ പരിശുദ്ധി. പരിശുദ്ധ കത്തോലിക്ക സഭ അത് ശരിക്കും നമ്മുടെ അമ്മയാണ്. നമുക്ക് എല്ലാ കൃപാവരങ്ങളും ലഭിക്കുന്നത് ഈ സഭയിലൂടെയാണ്. അപ്പോൾ സഭ നമ്മുടെ സ്വന്തം അമ്മയാണ്, മിശിഹായുടെ മണവാട്ടി. നമുക്കറിയാം വെളിപാട് ഗ്രന്ഥത്തിലൊക്കെ അതിനെപ്പറ്റിയുള്ള സൂചനകൾ ഉണ്ട്. പുതിയ ജെറുസലേം ആകുന്ന ആ സഭയെ ഭർത്താവിനായിട്ട് അണഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഒരു മണവാട്ടിയെ പോലെയൊക്കെ എന്ന് പറഞ്ഞ് സഭയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വലിയ ബോധ്യം സഭ എന്താണ്, ശരിക്കും അതൊരു പ്രസ്ഥാനമല്ല, അത് കുറേ കെട്ടിട സമുച്ചയങ്ങളല്ല, അല്ലെങ്കിൽ കുറേ വ്യക്തികളുടെ തീരുമാനങ്ങളൊന്നുമല്ല സഭ. ശരിക്കും മിശിഹായാണ് സഭയെ പടുത്തുയർത്തുന്നത്, മിശിഹ തന്നെയാണ് സഭ, പത്രോസാകുന്ന പാറമേൽ ഉയർത്തപ്പെട്ട സഭ എന്നുള്ള വലിയ ബോധ്യങ്ങൾ അത് ശരിക്കും പരിശുദ്ധ അമ്മയാണ് എന്നിലേക്ക് തന്നത്. അത് പരിശുദ്ധ അമ്മയെ കൂടുതലായിട്ട് അത് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ ശരിക്കും ഒരു ടീച്ചർ പറഞ്ഞു തരുന്നത് പോലെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് സഭ എന്താണ് എന്ന്. ഒരിക്കലും അപ്പോൾ എന്തെങ്കിലുമൊക്കെ സഭയെ പറ്റി വൈദികരെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ ദുഃഖമുള്ള വാർത്തകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിമർശനം നിറഞ്ഞ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരാറുണ്ട്. ഞാൻ എന്തിനാ ഇത് കേൾക്കുമ്പം ഇത് ഇപ്പം ഒന്നുമല്ലേലും എൻ്റെ ഇടവകയെ സംബന്ധിച്ച കാര്യമല്ല, അല്ലെങ്കിൽ ഇത് എൻ്റെ രൂപതയെ സംബന്ധിച്ച കാര്യമല്ല, എന്നാൽ പിന്നെ ഞാൻ എന്തിനാ ഇതിന് വിഷമിക്കുന്നതെന്നൊരു ചിന്തയൊക്കെ എനിക്ക് വരാറുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ശരിക്കും ഉള്ളിൽ ഒരു നോവ്, എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി സഭയ്ക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ഉള്ളിലൊരു നോവ് വരുന്നതിന് കാരണം ശരിക്കും എനിക്ക് മനസ്സിലായത് ശരിക്കും പരിശുദ്ധ അമ്മ ഈ കൊന്തകൾ ചെല്ലുന്നതിലൂടെ ജപമാല ചെല്ലുന്നതിലൂടെ അമ്മ എന്നിലേക്ക് പകർന്നു തന്ന വലിയൊരു ബോധ്യമാണ് സഭയോടുള്ള വലിയ സ്നേഹം. മാർപ്പാപ്പ, കർദിനാൾമാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തര്, അവരുടെയൊക്കെ മഹത്വം, വില, ആ ഒരു അഭിഷിക്തരുടെ വിലയൊക്കെ എന്നെ ഒരുപാട് പരിശുദ്ധ അമ്മയാണ് എനിക്കിതെല്ലാം പറഞ്ഞു തന്നത്. വലിയ ബോധ്യങ്ങളാണ് അമ്മ എനിക്ക് തന്നത്. പരിശുദ്ധ അമ്മ എനിക്ക് തന്ന മറ്റൊരു വലിയ അനുഗ്രഹമാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ. എനിക്ക് ആദ്യകാലങ്ങളിലൊന്നും അങ്ങനെ ഒരു ബോധ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ആദ്യം ഒക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്തിനും പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടുമോ, നമ്മളിത് പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ, യുക്തി വെച്ചിട്ട് ചിന്തിക്കുമായിരുന്നു. കാരണം ശുദ്ധീകരണ സ്ഥലം ഉണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള യുക്തിസഹജമായ ചിന്തകളൊക്കെ എന്നെ ഭരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വഴിയായിട്ട് എന്നിലേക്ക് നിറച്ചു തന്ന വലിയൊരു ബോധ്യമാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ചെറിയ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച്, അതായത്
അതായത് ഇപ്പം നമ്മൾ വെറുതെ കൊന്തച്ചൊല്ലി പ്രാർത്ഥിക്കുകയല്ല. നമുക്കറിയാം, നമ്മളൊരു കടയിൽ ചെന്നൊരു സാധനം വാങ്ങിക്കാനാണെങ്കിലും നമ്മൾ നല്ല വില കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചെറിയ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ നോമ്പുകൾ എടുക്കുക, ഒരു നേരത്തെ ഭക്ഷണം ഒന്ന് മാറ്റി വയ്ക്കുക, നമ്മൾ എടുക്കുന്ന ഉപവാസങ്ങളൊക്കെ ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഒക്കെ കാഴ്ചവെക്കാനുള്ള വലിയ ഒരു ബോധ്യം പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, പരിശുദ്ധ അമ്മയെ വിശുദ്ധരുടെയൊക്കെ ദർശനങ്ങളിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മയെ സമുദ്രധാരമേ എന്ന് വിളിക്കാറുണ്ട്. ശരിക്കും ശുദ്ധീകരണാത്മാക്കളെയൊക്കെ ഏറ്റവും അധികം സഹായിക്കുന്നത്, അവരുടെ ആ ഒരു സഹനാവസ്ഥയിൽ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. അപ്പം നമ്മൾ ഈ കൂടുതലായിട്ട് ജപമാലകളൊക്കെ ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം പറയുമ്പോഴും ഇതിനെല്ലാം ഉപരിയായിട്ട് വിശുദ്ധ കുർബാന, നമുക്കറിയാം ലോകത്തുള്ള എല്ലാ നന്മ പ്രവൃത്തികളും, എല്ലാ മനുഷ്യരുടെയും എല്ലാ നന്മ പ്രവൃത്തികളും, അത് ഇതുവരെ ജനിച്ചവരും ഇനി ജനിക്കാനിരിക്കുന്നവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും എത്ര പേരുടെ ആയിക്കോട്ടെ, അത്രയും പേരുടെ നന്മ പ്രവൃത്തികൾ കൂട്ടിവെച്ചാലും അതൊന്നും ഒരു വിശുദ്ധ കുർബാനയ്ക്ക് തുല്യമാകത്തില്ല. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഈ ശുദ്ധീകരണാത്മാക്കളെ കാഴ്ചവെച്ച് ഈശോയുടെ തിരുരക്തത്താൽ കഴുകണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും അവർ ആ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കപ്പെടും. നമുക്കറിയാം, നമ്മൾ ഒരേ സഭയിൽ, അവർ സഹനസഭയിലും നമ്മൾ സമരസഭയിലും ആണെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശരിക്കും ഈ ഒരു ബോധ്യവും എനിക്ക് തന്നത് ഈ ഒരു ജപമാല പ്രാർത്ഥനയാണ്. ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയത് വഴിയിട്ടാണ് ഈ ഒരു വലിയ അനുഗ്രഹം എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ആത്മീയമായ അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് ഏറ്റവും തന്നതാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയ ഒരു ഭൗതികമായ അനുഗ്രഹം, ശരിക്കും എൻ്റെ വിവാഹം ഈ അടുത്ത നാളുകളിലാണ് കഴിഞ്ഞത്. അപ്പം വിവാഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. സാമ്പത്തികമായിട്ടുള്ളൊരു ഭദ്രത നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ കുടുംബം എല്ലാ തരത്തിലും ഞെരങ്ങി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു എൻ്റെ വിവാഹം നടക്കുന്നത്. ബാങ്കിൽ നിന്ന് പണമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചെറിയ ഇഷ്യൂസ്, അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളെല്ലാം കൂടി ഞങ്ങൾ സാമ്പത്തികമായിട്ട് എല്ലാ വശത്തു നിന്നും, 4 വശത്തു നിന്നും എന്താ പറയുക, മുന്നിലൊന്നുമില്ല, ശൂന്യത എന്ന് പറയുന്ന ആ ഒരവസ്ഥ, അങ്ങനെ ഞെരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഒന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ആകെ മൊത്തം കൂട്ടുള്ളത് ഈ പരിശുദ്ധ അമ്മ മാത്രമാണ്. ഞങ്ങളുടെ ആ ഒരു യൂത്തിൻ്റെ കോർഡിനേറ്റർ ചേച്ചി, ലിൻസി ചേച്ചിയുടെ കാര്യം ഒന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നോട് പറയും, നീ കൊന്ത ചെല്ലിക്കോ, പ്രാർത്ഥിച്ചോ. അപ്പം ഞാൻ ആകെ ചെയ്തുകൊണ്ടിരുന്നത് ഈ കൊന്ത ചെല്ലുക, വിശുദ്ധ കുർബാനയ്ക്ക് പോകുക, ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കൊന്ത ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് ഞാൻ കൊന്തകൾ ചെല്ലുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചാച്ച, അമ്മ, അനീതി എല്ലാം കൂടെ ചേർന്നിരുന്ന് ഇതിനായിട്ട് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ട് കൊന്ത ചെല്ലുന്നുണ്ടായിരുന്നു. സന്ധ്യാപ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് കൊന്ത ചെല്ലുമ്പോൾ ഇത് പറയുന്നുണ്ടായിരുന്നു. അതിനെല്ലാം ഉപരിയായിട്ട് എൻ്റെ ആദ്യകാലത്തെ ആ ഒരു അഹന്തയുടെ ലെവലൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ കൊന്ത ചെല്ലുമായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് വീട്ടിൽ യാത്ര ചെയ്യാൻ മറ്റ് സൗകര്യങ്ങളൊന്നും, യാത്രാ സൗകര്യങ്ങൾ എനിക്കില്ല. അപ്പം ബസ്സിനെ ആശ്രയിച്ചാണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും കാലവും മതിയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഈശോ എനിക്ക് ഒരുക്കി തന്നാണ്. അല്ലേ, ഞാൻ ബസ്സിൽ എപ്പോൾ യാത്ര ചെയ്താലും ഈ ജപമാല എടുത്ത് ഒരു മടിയും കൂടാതെ എവിടെയാണോ എനിക്ക് ഇറങ്ങേണ്ടത് അത്രയും നേരം, ഇപ്പോൾ 1 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂറാണ്, അത്രയും നേരം ഇരുന്ന് കൊന്ത ചെല്ലാനായി. അപ്പം ഈ നിയോഗം സമർപ്പിച്ച്, പ്രത്യേകിച്ച് ഈ വിവാഹത്തിൻ്റെ കാര്യം പരിശുദ്ധ അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ശരിക്കും പരിശുദ്ധ അമ്മ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്, ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ നമുക്കറിയാം, കുറവിനെ കണ്ടെത്തി അത് പരിഹരിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ യേശുവിൻ്റെ അമ്മയാണ് അവിടുത്തെ കുറവ് കണ്ടിട്ട് അത് പരിഹരിച്ചത്. എൻ്റെ ജീവിതത്തിലും ശരിക്കും ആ കുറവ് പരിഹരിച്ചത്, ഒരു കുറവും കൂടാതെ. അത് ഏതൊക്കെ വഴിക്ക് ആരൊക്കെ സഹായിച്ചെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്കും എൻ്റെ വീട്ടുകാർക്കും അറിയത്തില്ല. അതുപോലെ പരിശുദ്ധ അമ്മ മുന്നിൽ നിന്ന് ആ വിവാഹം നടത്തി തന്നു. ശരിക്കും നല്ലൊരു കുടുംബത്തെ അമ്മ എനിക്ക് ചേർത്ത് വെച്ച് തന്നു. എൻ്റെ ജീവിത പങ്കാളി ആയിക്കോട്ടെ, എൻ്റെ അവിടുത്തെ പപ്പ, എൻ്റെ അമ്മച്ചി, ഞാൻ അപ്പച്ചൻ എന്നാണ് വിളിക്കുക, അപ്പച്ചനും അമ്മച്ചിയും ശരിക്കും എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന ഒരു അമ്മച്ചി. ഞാൻ അമ്മച്ചിയുടെ കൂടെ രാവിലെ എന്നും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോകും. അതുപോലെ പരിശുദ്ധ അമ്മയോട് നല്ല സ്നേഹമുള്ള ഒരു അമ്മച്ചി. ശരിക്കും ജപമാലകൾ അമ്മച്ചി ചെല്ലാറുണ്ട്. എപ്പോഴും അമ്മച്ചി പണി ചെയ്യുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ, അമ്മച്ചി ഇങ്ങനെ ചുണ്ടനങ്ങുന്ന കണ്ടപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു എന്നാണ്. അപ്പം അമ്മച്ചി ഇങ്ങനെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ടാണ് പണികളൊക്കെ തീർക്കുന്നത്. അപ്പം ശരിക്കും അങ്ങനെയുള്ളൊരു കുടുംബത്തിലേക്ക് പരിശുദ്ധ മാതാവിനെ എന്നെ ചേർത്ത് വെച്ചു. അപ്പം അമ്മയുടെ വലിയ സ്നേഹം ആ ഒരു വിവാഹത്തിൻ്റെ വേളകളിലൊക്കെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഇതൊക്കെയാണ് ശരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ ചേർത്ത് വെച്ച് തന്ന ആത്മീയമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം തകർച്ചകളുണ്ടായാലും, എന്തൊക്കെ ഘട്ടങ്ങളുണ്ടായാലും, എന്തുമാത്രം പ്രതിസന്ധികളുണ്ടായാലും, നമുക്ക് മുന്നിൽ പ്രത്യാശയ്ക്ക് ഒരു തരിമ്പ് പോലും ഇല്ലെങ്കിലും നമുക്ക് ശരിക്കും മുറുകെ പിടിക്കാവുന്ന, വിളിച്ചു പ്രാർത്ഥിക്കാവുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. ഈ ജപമാല ചൊല്ലുന്ന വഴിയായിട്ട് ഉറപ്പായിട്ടും ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. ഇത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പറയുന്ന സാക്ഷ്യമാണ്. ഇതാണ് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങൾ.
പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോയെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ അമ്മ എനിക്ക് ഒരുക്കി തന്നു. ശരിക്കും പാലാരൂപതയിൽ ആ ഒരു YUFRC കൂട്ടായ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ പല സോണുകളിൽ, കോഴിക്കോട് സോണ്, മാനന്തവാടി സോൺ, അങ്ങനെയുള്ള നിരവധി സോണുകളിൽ ഈശോയെ പങ്കുവയ്ക്കാനൊക്കെ ആയിട്ടുള്ള വലിയ ചാൻസുകൾ എനിക്ക് കിട്ടി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എനിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഓരോ വചനഭാഗങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങൾ, നമുക്കറിയാം പരിശുദ്ധാത്മാവാണ് നമുക്ക് അതിന് വേണ്ട കൃപകൾ എല്ലാം നമുക്ക് തരേണ്ടത്. അപ്പം പരിശുദ്ധ അമ്മയായിരുന്നു ശരിക്കും അതിനെ പഠിപ്പിച്ചു തരുന്നത്. ഒരു വാക്യം, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ബൈബിൾ വാക്യം വായിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും വായിക്കുമ്പോൾ ആദ്യം കിട്ടത്തില്ല, പക്ഷേ ഉള്ളിലിരുന്ന് ഇങ്ങനെ ആരോ പറഞ്ഞു തരുന്നത് പോലെ ഇങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ പരിശുദ്ധ അമ്മ അതിനെന്നെ സഹായിക്കുമായിരുന്നു. ശരിക്കും ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വചനത്തിൻ്റെ ഓഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒന്നും അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും നല്ല രീതിയിൽ പറയാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷേ കൊന്തയൊക്കെ ചൊല്ലി, ജപമാലയൊക്കെ ചൊല്ലി, പരിശുദ്ധ അമ്മയോട് അമ്മയെ ഒന്ന് സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വചനത്തിൻ്റെ ഒരു ഓഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം, ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ കാണാത്ത അർത്ഥങ്ങൾ, അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ പരിശുദ്ധ അമ്മ ഇങ്ങനെ പറഞ്ഞു തരുന്നതൊക്കെ ആയിട്ട് വലിയ ഒരു അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ തരികയുണ്ട്. അതുപോലെ ഏത് പ്ലാറ്റ്ഫോമിലും ഒരു മടിയും കൂടാതെ ഈശോയെ പറ്റി പറയാൻ, പരിശുദ്ധ അമ്മയെ പറ്റി പറയാൻ, ജപമാലയെ പറ്റി പറയാനൊക്കെ ഒരു മടിയും കൂടാതെ പറയാനുള്ള ഒരു വലിയ കൃപ, ആ ഒരു അഹന്തയുടെ മേഖലയിൽ നിന്നൊക്കെ എന്നെ ഇറക്കിയിട്ട് അങ്ങനെയുള്ള ഒരു വലിയ കൃപയും പരിശുദ്ധ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ഞാൻ ആയിരുന്ന എൻ്റെ ഇടവക, പെരുങ്കുളം ഇടവകയിലെ ഒരു അംഗമാണ് ഞാൻ. അപ്പം പെരുങ്കുളം ഇടവകയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എൻ്റെ അവിടുത്തെ ഇടവക വികാരിയച്ഛനും അവിടുത്തെ കൊച്ചച്ഛനും. ശരിക്കും ആത്മീയമായിട്ട് വളർത്താൻ പരിശുദ്ധ അമ്മ അവരെയായിരുന്നു നിയോഗിച്ചത്. അപ്പം ഇടവകയിലെ പ്രവർത്തനങ്ങളിൽ അവിടെ ഒരു ചെറിയ പ്രയർ ഗ്രൂപ്പ്, ശരിക്കും ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായി. അത് യൂത്തിന് വേണ്ടി തന്നെ ഒരു പ്രയർ ഗ്രൂപ്പ്. അപ്പം സാധിക്കുന്ന പബ്ലിക് ഹോളിഡേയ്സിൽ ഒത്തുചേരുക, അവിടെ ആരാധനയ്ക്കായിട്ട് ആരാധന നടത്തുക, അതുപോലെ ചെറിയ പേഴ്സണൽ പ്രയറുകൾ ഒക്കെ ചെല്ലുക, മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുക, അങ്ങനെയുള്ള ഒരു മിനിസ്ട്രി. അപ്പോൾ ശരിക്കും ഈശോ അവിടേക്കും എന്നെ വിളിച്ചു. അതും പരിശുദ്ധ അമ്മ ഈ ഒരു കൊന്തയൊക്കെ ചെല്ലിയ ഒരുങ്ങി ഒക്കെയാണ് ഞങ്ങളവിടെ ചെല്ലുക. അപ്പം അതുപോലെ ആരാധനയ്ക്കൊക്കെ പ്രാർത്ഥനകളൊക്കെ ലീഡ് ചെയ്യുക, ചെറിയ പാട്ടുകൾ, മധ്യസ്ഥ പ്രാർത്ഥന, ഇതിനൊക്കെ വലിയൊരു അനുഗ്രഹം. അതിനൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കി തന്ന ശരിക്കും ഇടവകയിലെ വികാരിയച്ഛനും കൊച്ചച്ഛനും ഒക്കെയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ശരിക്കും നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന വഴികൾ നമ്മൾ ഓർക്കും, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട്, നമ്മുടെ ഈ ഒരു ഇൻ്റലക്ച്വൽ ലെവലിൽ നിന്നുകൊണ്ടൊക്കെ നമുക്ക് ഈശോയെ കൊടുക്കാൻ പറ്റും. കുറച്ചൊക്കെ വായിച്ച് ബൈബിളൊക്കെ ഒരാവർത്തി ആദ്യം തൊട്ട് അവസാനം വരെയൊക്കെ ഒന്ന് വായിച്ച് നമ്മുടെ കുറേ ഡെഫിനിഷൻസും നമ്മുടെ കുറേ വ്യാഖ്യാനങ്ങളും ഒക്കെ കൊടുക്കാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അതൊക്കെ വെറുതെയാണ്. കാരണം വിശുദ്ധ ലിഖിതങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു, നമുക്കറിയാം, ദൈവനിവേശിതവും. അപ്പം വിശുദ്ധ ഗ്രന്ഥമൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, അതിലെ ഓരോ വാക്കുകളും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. അത് കിട്ടണമെങ്കിൽ പരിശുദ്ധ അമ്മയാണ് നമുക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണല്ലോ. അപ്പം പരിശുദ്ധ അമ്മയാണ് നമുക്കത് നേടിത്തരുന്നത്. അപ്പം ആ ഒരു ജപമാലയൊക്കെ ചൊല്ലി നമ്മൾ ആ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ശരിക്കും നമുക്കതിലെ അർത്ഥങ്ങൾ മനസ്സിലാവും. കാരണം സ്വർഗം എന്താണ് അതിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പം പെട്ടെന്ന് ഞങ്ങളുടെ യൂത്തിൻ്റെ കോർഡിനേറ്റർ ചേച്ചി പെട്ടെന്നായിരിക്കും ചിലപ്പം അടുത്ത ദിവസം ഇന്ന സോണിൽ യൂത്തിന് വേണ്ടി ഒരു ക്ലാസ് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ചിലപ്പം ടോപ്പിക്കൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ചിലപ്പോൾ പറയും പാപത്തിൻ്റെ ക്ലാസ്, അല്ലെങ്കിൽ അനുതാപത്തിൻ്റെ ക്ലാസ്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മളോർക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുക, നമുക്കൊരു എത്തും പിടിയില്ല. പക്ഷേ അപ്പോഴൊക്കെ ആകെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം തരും. അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ അതിനായിട്ട് ഒരുങ്ങും, വിശുദ്ധ ഗ്രന്ഥം എടുക്കും. അമ്മ കൃത്യമായിട്ട് ആ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈശോ സംസാരിക്കും. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉറപ്പായും ഈശോയോട് പറയുമല്ലോ. അപ്പോൾ ഈ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ട് ശരിക്കും നമുക്കത് പറഞ്ഞു തരുന്നതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ ഈശോയെ പങ്കുവയ്ക്കാനായിട്ട്. ഇപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം പോലും ശരിക്കും ഞാൻ ഓർക്കുകയാണ്, ഈ അടുത്ത ഈ ന്യൂ ഇയർ തുടങ്ങിയ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ദൈവമേ ഈശോയെ കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം. ഞാൻ അങ്ങനെ ഇന്ന പ്ലാറ്റ്ഫോം എന്നൊന്നും പറഞ്ഞില്ല, നല്ല ഒരു പ്ലാറ്റ്ഫോം എനിക്കൊന്ന് ഒരുക്കി തരണം, അല്ലെ അമ്മയെപ്പറ്റി പറയാൻ. ഇങ്ങനെ ഞാനൊന്ന് വിശുദ്ധ കുർബാനയിൽ നിയോഗമൊക്കെ വെച്ച് വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ കുർബാന പുസ്തകത്തിൽ എഴുതി ഞാൻ കുർബാനയിൽ പോയി പങ്കെടുത്തിരുന്നു. ഇങ്ങനെ നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടണമെന്ന് അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അത് എന്നത് ഏത് വഴിക്ക് ഒന്ന് ചുമ്മാ അത് ഈ ന്യൂ ഇയറിനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അധികം താമസിയാതെയാണ് ശരിക്കും ഇങ്ങനെയൊരു, അതായത് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രോഗ്രാം, അനുഗ്രഹമാല, ആ ഒരു പ്രോഗ്രാം, ജപമാലയെ പറ്റി, അമ്മയെ പറ്റി പറയാനൊരു പ്രോഗ്രാം കൃത്യമായിട്ട് ഈശോ എനിക്ക് അങ്ങനെ ഒരു അവസരം വയ്ക്കുന്നുണ്ട്. ശരിക്കും അവിടെ പരിശുദ്ധ അമ്മ തന്നെയാണ് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഇവിടെ ആയിരിക്കാൻ, നിങ്ങളോട് ഇത്രയും നേരം പരിശുദ്ധ അമ്മയെ പറ്റി പറയാനൊക്കെ ആയിട്ട് വലിയൊരു പ്ലാറ്റ്ഫോം. അത് ഞാൻ ഉദ്ദേശിക്കാത്ത, ഞാൻ എവിടെ നിന്നിരുന്നു ഒരു ബിഗ് സീറോ ആയ എന്നെ
പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളോട് പരിശുദ്ധ അമ്മയെ പറ്റി പറയാനൊക്കെ വലിയ ഒരു അങ്ങനെ സാക്ഷ്യത്തിൻ്റെതായ വലിയ ഒരു മേഖലയാണ് എനിക്ക് പരിശുദ്ധ അമ്മ തുറന്നു തന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഷെയറിങ് തന്നെ എൻ്റെ ഒരു ചെറിയ ആഗ്രഹം, ഞാനത് വിശുദ്ധ കുർബാന പുസ്തകത്തിൽ നിയോഗം എഴുതി വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് അമ്മയെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം, ഈശോയെ പറ്റി പറയാം, മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല, ഈശോയെ പറ്റി പറയാൻ, അമ്മയെ പറ്റി ഒക്കെ ഒന്ന് പറയാനൊരു പ്ലാറ്റ്ഫോം. അത് ചോദിച്ചപ്പം ഈശോ തന്ന പരിശുദ്ധ അമ്മ വഴി തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ഇതൊക്കെയാണ് ശുശ്രൂഷ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ സൺഡേ സ്കൂളിൽ അധ്യാപികയായിരുന്നു. അപ്പം ഞാൻ മുൻപായിരുന്നു ഇടവകയിൽ. അപ്പോൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് ആദ്യം ഒന്നും വലിയ ബോധ്യങ്ങളൊന്നുമില്ല, കുട്ടികൾക്ക് ഈശോയെപ്പറ്റി പറഞ്ഞു കൊടുക്കും. പക്ഷേ എങ്കിലും ഈ അമ്മയെ അറിഞ്ഞ വഴി കൂടുതലായിട്ട് പരിശുദ്ധ അമ്മയെപ്പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് വലിയ കൃപ അമ്മ തന്നു. ഇങ്ങനെ ജപമാല ചൊല്ലി, നിങ്ങൾ കുഞ്ഞു കുട്ടികളോടാണെങ്കിലും പറഞ്ഞു കൊടുക്കുമായിരുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കണം എന്നൊക്കെയുള്ള വലിയ ബോധ്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരു നല്ലൊരു ടീച്ചറായിട്ട്, നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറഞ്ഞല്ല, ഈശോയെ പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരാളാക്കി എന്നെ പരിശുദ്ധ അമ്മ മാറ്റി. ആ ഒരു സൺഡേ സ്കൂൾ ടീച്ചർ എന്നുള്ള ഇതിനൊക്കെ എന്നെ സഹായിച്ചത് ഞാൻ പറഞ്ഞു, ആ ഒരു ഇടവക വിചാരിച്ച സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് എപ്പോഴും അച്ഛൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേടിയിട്ടുള്ള ആ ഒരു ജീവിതം. ഇതൊക്കെയാണ് എൻ്റെ ഒരു ശുശ്രൂഷാ മേഖലയിൽ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾ. അപ്പോൾ പറയാനുള്ളത് ഇതാണ്, വീണ്ടും നമ്മുടെ ബുദ്ധി, കഴിവ്, അറിവ്, നമ്മുടെ ആ ഒരു ബുദ്ധിയുടെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി വെച്ചിട്ട് ഇറങ്ങി വരിക. ആ ബുദ്ധിയുടെ കെട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ശരിക്കും ചെയ്യേണ്ടത് പരിശുദ്ധാത്മ, ബുദ്ധി മാറി ജ്ഞാനം വന്നാലേ നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പരിശുദ്ധ അമ്മ ജപമാലയിലൂടെ നമ്മളെ സഹായിക്കും. അമ്മ നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നേടിത്തരും. പരിശുദ്ധ അമ്മ ഉറപ്പായും നമ്മുടെ സ്വന്തം അമ്മയാണ്. നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മയെ ഈശോയെ സാക്ഷ്യപ്പെടുത്താനുള്ള അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ തരണമെന്നൊക്കെ നമുക്ക് പരിശുദ്ധ അമ്മയോട് ശക്തമായിട്ട് മധ്യസ്ഥം നേടി പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.